രാജ്യം വളരെ വളരെ നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് കടന്നു പോകുന്നത്. BJPക്ക് 241 സീറ്റാണ് ഇതിനോടകം മുന്നിട്ട് നിൽക്കാൻ കഴിയുന്നത്. കേവല ഭൂരിപക്ഷത്തിന് ഇപ്പോഴും 31 സീറ്റിന്റെ കുറവുണ്ട്. ഇന്ന് തന്നെ ചന്ദ്രബാബു നായിഡുവിൽ നിന്ന് കത്ത് വാങ്ങിക്കാനുള്ള ശ്രമത്തിലാണ് BJP. അതായത് കൂടുതൽ MP-മാരുടെ പിന്തുണയോടുകൂടി രാഷ്ട്രപതിയെ കാണണം, പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കണം. അങ്ങനെ നായിഡുവിന്റെ കത്തിനായി വെയിറ്റ് ചെയ്യുന്ന BJP എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചോ? സ്വന്തമായി ലക്ഷ്യമിട്ടു, 400 സീറ്റ് NDA ലക്ഷ്യമിട്ടു. ഇപ്പോൾ ഏറ്റവും അവസാനം പ്രധാനമന്ത്രി ചന്ദ്രബാബു നായിഡുവിനെ അങ്ങോട്ട് വിളിക്കുന്നു. കത്തിനായി കാത്തിരിക്കുന്ന അവസ്ഥയിൽ BJPയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും NDA സഖ്യവും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യം. ഇതാണ് ജനാധിപത്യം. ഈ ജനാധിപത്യത്തിന്റെ സൗന്ദര്യവും ശക്തിയും മനസ്സിലാക്കുന്നതിൽ എന്തോ പാളിപ്പോയി, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കി പക്ഷേ മറ്റൊരു പ്രൊപ്പഗണ്ട, മറ്റൊരു പ്രചാരണത്തിലേക്ക് പോയി. എക്സിറ്റ് പോൾ അടക്കം ഇല്ലേ അഭിലാഷ്, അങ്ങനെ സംശയിക്കണ്ടേ? രാജ്ദീപ് സർദേശായിയെ കോട്ട് ചെയ്ത് ഞാൻ പറയാം, ഒരു പ്രധാനപ്പെട്ട ഇടത് നേതാവ് ചന്ദ്രബാബു നായിഡുവിനെ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു യു ക്യാൻ ബി ദ ഫ്യൂച്ചർ ഓഫ് ദിസ് കൺട്രി. പ്രധാനമന്ത്രി സ്ഥാനം സീതാറാം യെച്ചൂരി ആകാം. ആന്ധ്രക്കാരനാണ് അദ്ദേഹം. അങ്ങനെയാണെങ്കിൽ നായിഡുവിന് പ്രധാനമന്ത്രി സ്ഥാനത്തിന്റെ ഓഫർ ഉണ്ടോ? അല്ല, 96-ൽ ഹർകിഷൻ സിംഗ് സുർജിത്ത് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീതാറാം യെച്ചൂരി ആവർത്തിക്കുന്നുവെന്ന് വേണം. ചരിത്രം പല രീതിയിൽ ആവർത്തിക്കുന്നുവെന്ന് വേണം. ഇത് ശരിയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. സഖ്യത്തിന്റെ പ്രതിപക്ഷ ഘട്ടങ്ങളെ ഓരോന്നിനെയും അനുനിമിഷം സീതാറാം യെച്ചൂരി മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ഘട്ടങ്ങളിൽ കേരള ഘടകം മാറി നിന്നപ്പോഴും സീതാറാം യെച്ചൂരി അറച്ചു നിന്നിട്ടില്ല. എങ്കിൽ ഒരു വട്ടം കൂടി അദ്ദേഹം കളത്തിലിറങ്ങുന്നു. പക്ഷേ 298 സീറ്റ് നിലവിൽ അതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കമാണ്. ചന്ദ്രബാബു നായിഡു ഒപ്പിട്ട കത്ത് BJPക്ക് നിർണായകമാണ്. BJP ചന്ദ്രബാബു നായിഡുവിന്റെ കത്തിന് കാത്തിരിക്കുകയാണ്. സീതാറാം യെച്ചൂരി നായിഡുവിനെ വിളിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ ഭാവിയാകാം എന്ന്. ആരെ വേണമെങ്കിലും മോദിയെ മാറ്റാൻ പ്രധാനമന്ത്രിയാക്കാൻ റെഡിയാണ്. പക്ഷെ അഖിലേഷ് യാദവും മറ്റുള്ളവരും അഭിലാഷ് ഇങ്ങനെ ഒരു ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. എന്ത് സംഭവിക്കാം? 3 N ആയിരിക്കും നാഷണൽ ഇൻട്രസ്റ്റ് നിർണ്ണയിക്കുക. N3 നായിഡു, നിതീഷ് ഓർ നവീൻ. നായിഡു, നിതീഷ്, നവീൻ. അല്ല, നവീൻ പട്നായിക്കിന് പക്ഷേ സീറ്റില്ല. നായിഡു, നവീന് സീറ്റ് ഇല്ലെങ്കിൽ പോലും തീർച്ചയായും അദ്ദേഹത്തെ ഒരു ദേശീയ നേതാവെന്ന നിലയ്ക്ക് ഈ ഒരു കൂട്ടായ്മയുടെ, ഈ ഒരു സംയുക്ത മുന്നണിയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുന്നതിൽ വലിയ തിരിച്ചടിയേറ്റ പശ്ചാത്തലത്തിൽ, അല്ലെ, ഈ വലിയ തിരിച്ചടിയേറ്റ സാഹചര്യത്തിൽ ഒരു പക്ഷേ അങ്ങനെ. പക്ഷേ സാധ്യതകളുടെ കലയാണല്ലോ രാഷ്ട്രീയം. സാധ്യതകളുടെ കല, അവസരങ്ങളുടെ കല. ഇതാ വീണ്ടും ഒരു സ്ഥിരമായ ശത്രുക്കളോ സ്ഥിരമായ മിത്രങ്ങളോ രാഷ്ട്രീയത്തിലില്ല. നിതീഷ് കുമാർ എന്ത് എടുക്കും, എന്ത് നിലപാടെടുക്കും, ചന്ദ്രബാബു നായിഡു എന്ത് നിലപാടെടുക്കും എന്നതൊക്കെ വളരെ പ്രധാനമാകും. ഈ കാണുന്ന ടാരിയിൽ NDAക്ക് ഒരു അല്പം കുറവ് വന്നാൽ